വേക്കപ്പ് ഹിന്ദു. ശരി ശരി. ഹിന്ദുക്കൾ വേക്കപ്പ് ആവണം. എടി ഹിന്ദുക്കൾ വേക്കപ്പ് ആയടി പെണ്ണ്, നീ അറിഞ്ഞില്ലേനു? ഹിന്ദുക്കൾ 1936 അങ്ങോട്ട് വേക്കപ്പ് ആയതാണ് അമ്പലത്തിലേക്ക് ആളുകൾ കയറാൻ തുടങ്ങിയത്. അതുവരെ 12 അടി 24 അടി 34 അടി എന്നായിരുന്നു. ഇത് നിന്റെ അടുത്ത് പറയണത് എന്താണെന്ന് അറിയാമോ? നിനക്ക് ഇതേ മനസ്സിലാവുള്ളൂ. കാരണം നിന്റെ തന്ത ഉൾപ്പെടെ ഉള്ള കോടാലികൾക്ക് അങ്ങനെയായിരുന്നു ഗതി. എങ്ങനെ ഗതി? 12 അടി അപ്പുറത്ത് നില്ലെന്ന് പറയുമായിരുന്നു. നായർ കുടുംബത്തിന് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അതിന്റെ അപ്പുറത്ത് 12 അടിക്കാണ് നിന്റെ അമ്മച്ചിയുടെ കുടുംബത്തിനെ നടത്തിയിരുന്നത്. അങ്ങനെ അമ്മച്ചിക്ക് അച്ഛനിക്കും 12 24 അടിയുടെ വ്യത്യാസം ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ 1936 ഇസ്ലാമിയർ ഉൾപ്പെടെ വന്ന് വേക്കപ്പായതാണ്. അന്ന് ഇന്ത്യൻ വേക്കപ്പായതാ. ഇന്ത്യയിലുള്ള മനുഷ്യർ വേക്കപ്പായി അങ്ങനെ ഒരു സംഗതി കിട്ടി. നിനക്ക് ഇനിയിപ്പം ഹിന്ദു വേക്കപ്പാവണം. കാര്യങ്ങൾ മനസ്സിലായി. കലാപാഹ്വാനത്തിന് ഈ സ്ത്രീക്കെതിരെ കേസെടുക്കുകയാണ് വേണ്ടത്. നിർബന്ധമായും എല്ലാവരോട് ചേർന്ന് ജോയിന്റ് പെറ്റീഷൻ കൊടുത്ത് ഈ പെണ്ണുപിള്ളയുടെ തലക്കടിച്ചു വെച്ചു കൊടുക്കണം. പെണ്ണ് ജയിലിൽ പോയി പ്രസവിക്കട്ടെ എന്ന് വിചാരിക്കണം. അതാണ് അതിനുള്ള മറുപടി. അല്ലാതെ ഇതിന് റിയാക്ഷൻ വീഡിയോ അല്ല ചെയ്യേണ്ടത്. വേക്കപ്പ് ഹിന്ദുവാ? ആരായിട്ട് വരും? ഇന്ന് വേക്കപ്പായിട്ട് വേറെ എങ്ങോട്ട് പോകണം? ഹിന്ദുക്കളെ തന്നെ നോക്കി വെടിവെച്ച് കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു വിഷയം ചർച്ചയ്ക്ക് എടുക്കാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ മാസീവ് റിപ്പോർട്ടാണ്. 2, നമ്മളിത് എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇതിങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ടാണ്. ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ 400ഓളം പേരെ മണിപ്പൂരിട്ട് കൊന്നു കളഞ്ഞു. അതിൽ 2 പെണ്ണുങ്ങൾ നേരെ കൊണ്ടുപോയി റോഡിലിട്ട്, ക്രിസ്ത്യാനികളാണ് മരിച്ചത് കേട്ടോ. 400 പേരും ക്രിസ്ത്യാനികളാണ് ഓർത്തോണം. അവരെ കൊണ്ടുവന്നിട്ട് ഒരു പാടത്തൊക്കെ കൊണ്ടുവന്നിട്ട് ബലാത്സംഗം തുണിയില്ലാതെയൊക്കെ നടത്തി. BBC അതിനെക്കാട്ടി മേളിലുള്ള ആൾക്കാരൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിദേശത്തെ വാർത്താ ഏജൻസികളൊക്കെ റിപ്പോർട്ട് ചെയ്തപ്പോഴത്തേക്കാണ് ഇവിടുത്തെ ഉപ്പാപ്പാക്ക് തിരിച്ചറിവുണ്ടായത്. ശരിയാണല്ലോ, സംഗതി നമ്മുടെ ഇന്ത്യയിലാണല്ലോ മണിപ്പൂരെന്ന്. മണിപ്പൂരിൽ 400 ക്രിസ്ത്യാനികൾ കൊല്ലപ്പെട്ടു. അവിടെ ഭയങ്കര കലാപമായിരുന്നു. കിഡിലോസ്കി കലാപം. അത് മാത്രമല്ല, പെണ്ണുങ്ങളെ തുണിയില്ലാതെ നടത്തിയൊക്കെയാണ് ഒരു കലാപം അങ്ങനെ പൂർത്തീകരിച്ചത്. പെണ്ണുങ്ങളെ റേപ്പ് ചെയ്തില്ലേ പിന്നെ കലാപത്തിനൊരു സുഖമില്ലല്ലോ, ഒരു ഗുമ്മില്ലല്ലോ. അപ്പൊ ഈ ആകെ മൊത്തത്തിൽ കലാപ ആഹ്വാനവും കലാപവും നടന്നത്, അതിനെ ഗിന്നസ് ബുക്കിൽ പേര് കിട്ടാൻ ചാൻസ് ഉള്ള ഒരാളാണ്, ഒരു നേതാവാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി എന്നുള്ളതാണ് വസ്തുത. ഏതായാലും കൊള്ളാം. ഗുജറാത്ത് ഭരിച്ചിരുന്ന സമയത്ത് ഗുജറാത്ത് കലാപഭൂമി. ഇന്ത്യ ഭരിച്ചപ്പോൾ ഇന്ത്യയിൽ ഏകദേശം ഇനി ഒരു സംസ്ഥാനങ്ങൾ പോലും മിച്ചമില്ല, എല്ലായിടത്തും കലാപം നടക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. എന്നാലേ ഗിന്നസിലേക്ക് കറക്റ്റായിട്ട് പേരെഴുതി ചേർക്കാൻ പറ്റുള്ളൂ. പിന്നെ ബോധവും വിവരവും എന്ന് പറയുന്നത് ബൈബർത്തിലും കൂടെ കുറച്ചുണ്ടാവും. അങ്ങനെ സാംസ്കാരികപരമായ ഡെവലപ്മെന്റ്സ് ഒക്കെ വരുന്നത് അങ്ങനെയാണ്. അങ്ങനെ അല്ലാത്തവരുടെ അടുത്ത് നമുക്കതൊന്നും പറയാനോ കൊണ്ടൊക്കത്തില്ല. ഏതായാലും എനിക്കൊരു ചോദ്യമുണ്ട് ഈ പറയണ ദിയ കൃഷ്ണ കുമാറിനോട്. മോളെ, അല്ല ഇപ്പൊ 2 പേരും തമ്മിലുള്ള ഈ അടിയകലം പറഞ്ഞില്ല. ഈ 12 അടിയിൽ നിന്റെ അമ്മച്ചിയും 12 അടിയിൽ നിന്റെ അപ്പച്ചനും നിന്നിരുന്നെങ്കിൽ നീ എന്ന ജന്തു ഉണ്ടാവത്തില്ലായിരുന്നു. മനസ്സിലായല്ലോ? നീ ഉണ്ടായതിന്റെ കാരണം തന്നെ